ഇത് ചെറിയൊരു ട്രിക്കാണ്. നമുക്ക് ഒട്ടും ചിലവില്ലാതെ വളരെ ഈസി ആയിട്ട് ചെടികൾ നമുക്കൊന്ന് പൂക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതായത് റോസും അതേപോലെ തന്നെ ബൊഗെയിൻവില്ല, പിന്നെ മാവിനിത് ബെസ്റ്റാണ്. ഇത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് അരി കഴുകിയ വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അരി കഴുകിയ വെള്ളത്തിൽ മിക്കവർക്കും അറിയത്തില്ല, ഇതൊരു നാച്ചുറൽ ഒരു ഓൾട്ടർനേറ്റീവാണ്. നമ്മുടെ കൊമേഴ്ഷ്യലി നമ്മൾ വാങ്ങിക്കുന്ന ഫെർട്ടിലൈസറിനെ അപേക്ഷിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നൊരു കാര്യമാണ് ഈ അരി കഴുകുന്ന വെള്ളം. അത് നമ്മൾ സാധാരണയായിട്ട് കളയാറാണല്ലോ ഉള്ളത്. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് പൂക്കും. അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ NPK അടങ്ങിയിട്ടുണ്ട്. അതായത് NPK എന്ന് പറയുമ്പോൾ നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അതേപോലെ തന്നെ പൊട്ടാഷ്യവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി മുതൽ നമ്മുടെ വീട്ടിൽ അരി കഴുകിയതിന് ശേഷമുള്ള വെള്ളം ഒട്ടും കളയാൻ പാടില്ല. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NPK ഉണ്ട്. അതുകൂടാതെ വൈറ്റമിൻസ്, മിനറൽസ്, പിന്നെ അങ്ങനെ ഒത്തിരി ന്യൂട്രിയൻസ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ അത് ഏതരിയാണെങ്കിലും, നമ്മുടെ പഴയ പന്ന അരികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരിയാണെങ്കിലും അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് അത് വേണം എടുക്കാനായിട്ട്. ഇത് നമ്മൾ കൊണ്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ അത് നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ പൂക്കാൻ സഹായിക്കും. കാരണം നല്ലപോലെ ന്യൂട്രിയൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇത് നല്ലൊരു ഓർഗാനിക് വേയിലാണ് ഈ അരി കഴുകിയ വെള്ളം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് സഹായിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റിയത്, ഇത് പെട്ടെന്ന് റൈസ് വാട്ടർ ആകുമ്പോൾ കുറച്ച് സമയമെടുക്കും, അത് പെട്ടെന്ന് പൂക്കണമെന്നില്ല. പക്ഷേങ്കിൽ നാച്ചുറലായിട്ട് പെട്ടെന്നൊന്ന് പൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റിയൊരു കാര്യമാണ് നമ്മുടെ പൊട്ടാഷ് ഇതിലേക്ക് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് ആഡ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പൊട്ടാഷ് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിലേക്ക് പൊട്ടാഷ് ആഡ് ചെയ്തിട്ടാണിത് ഒഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പൊട്ടാസ്യം അല്ലെങ്കിൽ പൊട്ടാഷ് ആഡ് ചെയ്തതുകൊണ്ട് ചെടികൾക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇരട്ടി വിളവെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കാനും ചെടികളൊക്കെ നല്ല രീതിയിൽ വളരാനും ഇത് സഹായിക്കുന്നു. അതായത് പഴയ ഒരു മുരടിപ്പൊക്കെ മാറ്റി പുതിയ ഇലകളൊക്കെ വന്ന് നല്ലപോലെ വരാനും, അതേപോലെ തന്നെ ചെടികൾക്കൊരു പെസ്റ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ കീടങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ആകാൻ വേണ്ടിയിട്ടൊരു ബലമൊക്കെ കിട്ടുന്നത് ഈ ഒരു പൊട്ടാഷ്യം കൊടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പൊട്ടാഷ്യമൊക്കെ ചെല്ലുമ്പോൾ ചെടികൾക്ക് നല്ല രീതിയിൽ ഈ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാനും അതുപോലെ വെള്ളം വലിച്ചെടുക്കാനും ഒക്കെ സഹായിക്കും. ഇതിപ്പം ഇടേണ്ട ഒരു അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച അരി കഴുകിയ വെള്ളത്തിലേക്ക്, അതായത് അത് 1 ലിറ്റർ ഉണ്ടെങ്കിൽ അത് ഏകദേശം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ഓളം പൊട്ടാഷ്യം ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കേണ്ട ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് 1 ലിറ്റർ അരി കഴുകിയ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ പൊട്ടാഷ്യം. ഈ പൊട്ടാഷ്യം എല്ലാ വളക്കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ പൊട്ടാഷ്യം ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കല്ലേ. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ഒരിക്കലും അളവ് ഒരു കൂടുതൽ കൊണ്ട് ഇടാൻ പാടില്ല. ഈ പൊട്ടാഷ്യം നമ്മൾ 1 ലിറ്ററിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം, ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.